5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നിലമ്പൂരിലെ പരസ്യ പ്രചാരണം അവസാനിക്കുന്ന വേളകളിൽ എത്തുമ്പോൾ നിലമ്പൂരിലെ ചിത്രം കൂടുതൽ തെളിയുകയാണ്. അതിനിടയിൽ രാഷ്ട്രീയ വിവാദങ്ങൾ വരുന്നു. ജമാഅത്ത് ഇസ്ലാമിയെ ആശയപരമായി ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു കഴിഞ്ഞു. ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ വെച്ച് അതൊക്കെ പറയാവോ എന്നുള്ളത് മറ്റൊരു ചോദ്യം. കാരണം ഈ ചാനലുകളിൽ വരുന്ന ഇന്റർവ്യൂകളിലും അല്ലെങ്കിൽ ബൈറ്റുകളിലൊക്കെയാണ് ഇത് പറയുന്നത്. ഒരാൾ പറയുന്നു, അതിൻ്റെ അഭിപ്രായം മറ്റൊരാൾ ഒഴിവാക്കും, അങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നു. സതീശനാണ് ഇതിനകത്ത് ജമാഅത്ത് ഇസ്ലാമിയെ കൊണ്ടുവരുന്നതിൽ മുൻകൈ എടുത്തു എന്ന് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയാൽ സതീശന്റെ അടുത്ത മുഖ്യമന്ത്രി മോഹം എങ്ങനെ വരും എന്നറിയില്ല. കാരണം നേരത്തെ തൃക്കാക്കരയിലും പാലക്കാടും പിന്നെ പുതുപ്പള്ളിയിലുമൊക്കെ സതീശന്റെ നേതൃത്വത്തിൽ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ് നിന്ന് ജയിച്ച് വളരെ വലിയ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ക്യാപ്റ്റൻ എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം ഉണ്ടാക്കിയപ്പോൾ ഞാൻ ക്യാപ്റ്റൻ അല്ല എന്നൊക്കെ പറഞ്ഞ് വേറെ ഒരുപാട് നാടകങ്ങളും ഷോകളും ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ അവസാനം വന്നിരിക്കുന്നത് സതീശന്റെ രാഷ്ട്രീയ ഭാവിക്ക് എന്ത് സംഭവിക്കും അതവിടെ നിൽക്കട്ടെ. അടുത്ത മുഖ്യമന്ത്രി ആരെന്നുള്ള ചർച്ച ചെയ്യാൻ ഇനി സമയമുണ്ടല്ലോ. നിലമ്പൂരിൽ ആരാണ് ജയിക്കുക? നിലമ്പൂരിൽ അൻവർ അവസാന ലാപ്പിൽ വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. അദ്ദേഹം 75,000 വോട്ട് പിടിക്കുമെന്ന് പറഞ്ഞു വലിയ അവകാശവാദവുമായി യൂസഫ് പടാനെയൊക്കെ കൊണ്ടുവന്ന് വലിയ രീതിയിൽ അദ്ദേഹം നിറഞ്ഞു നിൽക്കുകയാണ്. അതുപോലെ തന്നെ ആര്യയുടെ ഷൗക്കത്തും ഓരോ ദിവസവും നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി വന്നു കഴിഞ്ഞു ഷൗക്കത്തിന് വേണ്ടി. അതുപോലെ രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ആളുകൾ. രാജീവ് ചന്ദ്രശേഖരന്റെ വേറിട്ടൊരു മുഖം നിലമ്പൂർ കാണുന്നത്. അദ്ദേഹം വീടാന്തരം കയറി. സാധാരണ സംസ്ഥാന പ്രസിഡന്റുമാരൊക്കെ അങ്ങനെ വീടാന്തരം കയറി ഇറങ്ങുന്നത് അപൂർവം മാത്രമാണ്. 1-2 വീട്ടിലേക്ക് പോകും. പക്ഷേ ഒരുപാട് വീടുകളിൽ പോയി വീടാന്തരം കയറി ഇറങ്ങുന്ന യഥാർത്ഥ പ്രായോഗിക രാഷ്ട്രീയക്കാരനായി രാജീവ് ചന്ദ്രശേഖർ മാറുന്നത് നമ്മൾ നിലമ്പൂർ കാണുകയാണ്. അപ്പോൾ പിന്നെ സ്വരാജിന്റെ കാര്യം. സ്വരാജിന് വേണ്ടി ഒരുപാട് സാഹിത്യകാരന്മാർ വരുന്നു. അതനുസരിച്ച് കൽപ്പറ്റ നാരായണനെ പോലുള്ള സാഹിത്യകാരന്മാർ ഷൗക്കത്തിന് വേണ്ടി വരുന്നു. അങ്ങനെ സാഹിത്യകാരന്മാരും സാംസ്കാരിക നായകരും ഒക്കെ അവിടെ രംഗത്തിറങ്ങുന്നു. അങ്ങനെ ജാതിയും മതവും വർഗവും ഗോത്രവും എല്ലാം വരുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ആരാണ് അവസാന ലാപ്പിൽ ജയിക്കുക? 3 സാധ്യതകളാണ് പറയുന്നത്. ഒന്ന്, അവിടെ സ്വരാജിന്റെ വോട്ടുകൾ കൂടുതൽ അൻവർ പിടിച്ചാൽ ഷൗക്കത്ത് ജയിക്കും. ഇനി ഷൗക്കത്തിന് കിട്ടേണ്ട കോൺഗ്രസ് വോട്ടുകൾ മുസ്ലിം വോട്ടുകളാണ് കൂടുതൽ അൻവർ പിടിക്കുകയാണെങ്കിൽ, കാരണം സ്വരാജ് ഹിന്ദു കാൻഡിഡേറ്റ് ആണ്, പിടിക്കുകയാണെങ്കിൽ സ്വരാജ് ജയിക്കാൻ സാധ്യതയുണ്ട്. ഇനി 2 കൂട്ടരിൽ നിന്ന് വോട്ട് പിടിച്ചാൽ അൻവർ സാഹിബ് അമ്പൂക്ക ജയിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ കലങ്ങി മറിയുന്നൊരു തെരഞ്ഞെടുപ്പാണ്. എന്തായാലും അതിരൂക്ഷമായ മഴയുടെ പശ്ചാത്തലത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 10 മാസത്തേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്തിന് എന്നൊരു ചോദ്യമൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ 19-ാം തീയതി തെരഞ്ഞെടുപ്പും 23-ാം തീയതി രാവിലെ 9:30-10 മണിയാകുമ്പോൾ പോസ്റ്റൽ വോട്ടും കഴിഞ്ഞൊരു 10 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് റിസൾട്ട് അറിയാം. ആരാണ് നിലമ്പൂരിനെ അട്ടിമറിക്കുന്നത്? നിലമ്പൂരിലെ മാൻ ഓഫ് ദി മാച്ച് ആരാണ് എന്ന് നമുക്കറിയാൻ പറ്റും. എന്തായാലും രാഷ്ട്രീയം കലങ്ങി മറിയുകയാണ്. എല്ലാവരുടെ റോഡ് ഷോയ്ക്കും വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ CPM-ന്റെ പരിപാടിക്ക്, മുഖ്യമന്ത്രിയുടെ പരിപാടിക്ക് അടുത്ത പഞ്ചായത്തുകളിൽ നിന്ന് മണ്ഡലത്തിന് പുറത്തുള്ള സ്ഥലത്ത് നിന്നാണ് ആളിറക്കിയെന്നൊക്കെയുള്ള ആക്ഷേപം ഇതിനോടകം തന്നെ അൻവർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. എന്തായാലും അൻവറിൻ്റെ ഷോ വളരെ വലുതായിരുന്നു. പ്രിയങ്ക ഗാന്ധി പറഞ്ഞ ഷോ വളരെ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധ പിടിച്ചതാണ്. ഇന്ന് സ്വരാജിൻ്റെ വക ഷോ വെച്ചിട്ടുണ്ട്, റോഡ് ഷോ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിലമ്പൂർ വിവിധ രൂപത്തിൽ വരികയാണ്. ആരാണ്, എന്താണ്, എങ്ങനെയാണ് സംഭവിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണണം. 3 കാൻഡിഡേറ്റും വളരെ ഗൗരവമായി ഉള്ളപ്പോൾ BJP-യുടെ കാൻഡിഡേറ്റ് ഉള്ളത് പരമാവധി വോട്ട് നിലനിർത്തിക്കൊണ്ട് പിടിച്ചുകൊണ്ട് അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനും വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിനും കൂടുതൽ കളം നിറയുവാനായിട്ടുള്ള ഒരു സാധ്യതയാണ് അവിടെ കാണുന്നത്. ഇന്നലെ അവിടെ സിനിമാ നടന്മാരും കൃഷ്ണകുമാർ അടക്കമുള്ള നടന്മാരും ഒരുപാട് ആളുകൾ പോയി അവിടെ സദസ്സൊക്കെ നടത്തി. ഭീകരവാദത്തിനെതിരെ ഭീകരവാദ വിരുദ്ധ സദസ്സൊക്കെ നടത്തി. അങ്ങനെ വ്യത്യസ്തമായ പരിപാടികളുമായി നമ്മുടെ നിലമ്പൂർ മുന്നേറുകയാണ്. അവസാന ലാപ്പിൽ ഇനിയും 2 ദിവസത്തോളമുണ്ട്. ആ ദിവസങ്ങളിൽ ആരാണ് നിശബ്ദ വോട്ടുകൾ പിടിക്കുക എന്നറിയില്ല. അവസാന ലാപ്പിൽ വരുന്ന 5%, 4%, 3% വോട്ട് കൂടി ആയിരിക്കും വിജയിയെ നിർണ്ണയിക്കുന്നത്. അതിനെ അട്ടിമറിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പുതിയതായിട്ടുണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. തീർച്ചയായിട്ടും നമുക്ക് കാത്തിരുന്ന് കാണാം. 19ലേക്ക് ചലോ. പോളിംഗ് ബൂത്ത് 23-ൽ നമുക്ക് പോളിംഗ് ബൂത്തിൻ്റെ ഈ റിസൾട്ട് പൊട്ടിക്കുന്ന നമ്മുടെ സ്കൂളിലേക്ക്, എവിടെയാണ് ബാലറ്റ് പേപ്പർ സൂക്ഷിച്ചിരിക്കുന്നത് അവിടേക്ക് നമുക്ക് പോകാം. തീർച്ചയായിട്ടും ഈ 3 സ്ഥാനാർത്ഥികളും നെക്കോട് നെക്ക്, ഇഞ്ചോട് ഇഞ്ച് പോരാടുന്ന അപൂർവങ്ങളിൽ അപൂർവമായ തെരഞ്ഞെടുപ്പായി നിലമ്പൂർ മാറിക്കൊണ്ടിരിക്കുകയാണ്.